Hello everyone, welcome back to Commerce Track. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അമ്മ ഷെയർ ചെയ്യാനും മറക്കരുത്. So let's get started with learning together. What is forensic accounting? അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, ആൻഡ് എന്താണ് നമുക്കത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതാണ് സജഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്കറിയാം ഫോറൻസിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് രണ്ട് ടേംസ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ. സോ വാട്ട് ഈസ് ഫോറൻസിക്? ഫോറൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറൻസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇൻ സെർച്ച്, ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീഫോൾട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈംസ് ഒക്കെ നടക്കുമ്പോൾ നമുക്കറിയാം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തിട്ട് അവർ ഡിറ്റക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്രൈംസിനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ് എന്താണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനൊക്കെ നമുക്ക് പഠിക്കുന്നതാണ്. കൂടാതെ നമുക്കറിയാം എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ടേം രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അക്കൗണ്ടിങ് ബ്രാഞ്ചായി മാറുകയാണ്. ദിസ് ഇസ് എൻ അക്കൗണ്ടിങ് ബ്രാഞ്ച്. ഓക്കെ, ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അത് എന്താ ചെയ്യുന്നത്? വിച്ച് ഡീൽസ് വിത്ത് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്രൈംസ്. ക്രൈം നടക്കുമ്പോഴാണല്ലോ നമ്മൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ റോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽസ് ആയിട്ടുള്ള ക്രൈംസ് നടക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ് ആ ക്രൈം ഡിറ്റക്റ്റ് ചെയ്യാനും ഇനി ഫ്യൂച്ചറിൽ ആ ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഡീൽസ് ചെയ്യുന്നത്. ദെൻ ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൽഡ് അല്ലെങ്കിൽ വളരെയധികം ഇൻഫർമേഷൻസ് നോളജ് ഉണ്ടായിരിക്കണം. എന്തിൽ? അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സിൽ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉള്ളത്? ടു ഡിറ്റക്ട് ആൻഡ് അനലൈസ് കേസസ് ഓഫ് ഫ്രോഡ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ക്രൈംസ്. ഫ്രോഡും ഫിനാൻഷ്യൽ ക്രൈംസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ്ങിനെ കുറിച്ചും ഓഡിറ്റിങ്ങിനെ കുറിച്ചും. അതുപോലെ തന്നെ ഇവർ ഫോറൻസിക് അക്കൗണ്ടിങ്ങിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇപ്പം നമുക്കറിയാം നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു 90% ഓഫ് ദ കമ്പനീസ് അല്ലെങ്കിൽ 90% ഓഫ് ദി എൻറ്റിറ്റീസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ്. അപ്പം ഇങ്ങനെ ഇലക്ട്രോണിക്കലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ടായിരിക്കണം. ഇനി മാനുവൽ ആണെന്ന് വിചാരിച്ചോ, മാനുവൽ ആണെങ്കിൽ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും ഒക്കെ ഒരു പ്രോപ്പർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് അത് എഫക്റ്റീവായിട്ട് അത് ടെക്നിക്സ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്രോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഡേറ്റാസ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ റോളൊന്നുമില്ല. ബിക്കോസ് ലെസ് അവയർനെസ് കാരണത്താണ് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബ്രാഞ്ച് നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ലാത്തത്. ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സീരിയസ് ഫ്രോഡ് ഡിറ്റക്ഷൻ ഓഫീസ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസാണ് സീരിയസ് ഫ്രോഡ് ഡിറ്റക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ദാറ്റ് ഇസ് SFIO.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണ്? ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമുക്ക് ആ പേരിൽ നിന്ന് മനസ്സിലാക്കും ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് മെയിൻലി ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അത് മെയിൻലി ഡീൽ ചെയ്യുന്നത് ഡിറ്റക്ഷനും പ്രിവെൻഷൻ ഓഫ് ഫിനാൻഷ്യൽ ക്രൈംസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടന്റ് എങ്ങനെയുള്ള ഒരാളായിരിക്കണം? അക്കൗണ്ടിങ്ങിലും ഓഡിറ്റിങ്ങിലും ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സിലും ഒരു സ്ട്രോങ് നോളജ് ഉണ്ടായിരിക്കണം. കോമ്പറ്റൻസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണം. വിച്ച് മീൻസ് ഹി ഷുഡ് ബി എൻ എക്സ്പേർട്ട് ആയിരിക്കണം. ലൈക്ക് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, അതുപോലെ കമ്പനി സെക്രട്ടറി, അങ്ങനെയുള്ള ഫീൽഡിൽ എക്സൽ ചെയ്തിട്ടുള്ള കോമ്പറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ആൻഡ് ആ ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. എന്ത്? ഫ്രോഡ്, ഫിനാൻഷ്യൽ ക്രൈംസ് ഉണ്ടോ, ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഉണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് ത്രൂ അനാലിസിസ് ഓഫ് വാട്ട്? ഡേറ്റ. ദെൻ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഓഫീസറിനെ പറയുന്നതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു എന്താ പറയുക, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ സ്കാംസ് ആണിത്. അതായത് ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആണ് ഇത്. നമുക്കറിയാം വിജയ മല്യ നമ്മൾ കേട്ടിട്ടുണ്ട്, വിജയ മല്യ കേസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യം സ്കാം, വിജയ മല്യ സ്കാം, ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആണ്, ഫിനാൻഷ്യൽ ക്രൈംസ് ആണ്. ഈ ഫിനാൻഷ്യൽ ക്രൈംസിലൂടെ ഇവർ ലക്ഷങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വിജയ മല്യയും സത്യം സ്കാമിൽ ഒക്കെ ഉള്ള വ്യക്തികൾ ഇതിലൂടെ, ഈ സ്കാം നടത്തിയതിലൂടെ ഒത്തിരി ഫിനാൻഷ്യൽ ഏർണിങ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് ദ ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഹ്യൂജ് ലോസ് ആണ് വരുന്നത്. അപ്പൊ ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫോറൻസിക് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫ്രോഡുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇത് ഓൺലി 2 among lot of frauds ആണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഡേ ബൈ ഡേ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ വൺ ഓഫ് ദ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിജയ മല്യ സ്കാം, വിജയ മല്യയുടെ കേസാണ്. ആൻഡ് അതുപോലെ തന്നെ സത്യം സ്കാം. അപ്പം ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല. പക്ഷേ ഓർത്തിരിക്കുക, ഈ 2 സ്കാംസ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇവിടെ 9,000 crores 14,162 crores ആണ് അപ്രോക്സിമേറ്റ്ലി ഇവർ കാരണം കൊണ്ട്, ഈ സ്കാം നടന്നത് കൊണ്ട് ലോസ് ഉണ്ടായത്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ലോസ് ആയിട്ട് വരാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫോറൻസിക് അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണ്ട, ഇങ്ങനത്തെ സ്കാംസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് സേഫ് ആയിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചലഞ്ചസ് ആണ്. അതായത് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്നിക്കൽ ചലഞ്ചസ് ആണ്. ടെക്നിക്കൽ ചലഞ്ചസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോറൻസിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും നമ്മളൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് എ ബിറ്റ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. കാരണം നമുക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് വേണം. ഈ പറഞ്ഞ ഫ്രോഡും അതുപോലെ തന്നെ അതിൻ്റെ പ്രിവെൻഷനും ഡിറ്റക്ഷനും ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ടാസ്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്രോഡ് കണ്ടക്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താണോ, എങ്ങനത്തെ ഫ്രോഡാണോ അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു ഏകദേശം ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് അങ്ങനെയുള്ള ഫ്രോഡ്സ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എങ്ങനെ നമുക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത്രയും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് റിസോഴ്സസ് നമുക്ക് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ ചലഞ്ചസ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് പറയും. ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിൽ എവിടെയും തന്നെ പറയുന്നില്ല ഈ പറഞ്ഞ
ഫോറൻസിക് അക്കൗണ്ടിങ് എല്ലാ എൻറ്റിറ്റീസും ഫോളോ ചെയ്യുന്നതിനുള്ള കാര്യം. അതായത് കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്. കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ആക്ട് ആണ്, അല്ലെങ്കിൽ ഒരു ലോ ആണ്. ആ ലോയിൽ പറയുന്നുണ്ട് എല്ലാ കമ്പനീസും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഈ ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് എല്ലാ ഓർഗനൈസേഷനും ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അത് ഫോളോ ചെയ്യണം, അങ്ങനെ ഒരു നിയമം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. ഇപ്പം വെറുതെ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് ഇത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നോബഡി വിൽ ഫോളോ. ഒരു നിയമമുണ്ട്, ആ ഒരു നിയമം ഫോളോ ചെയ്തില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിലല്ല ഏതൊരു രാജ്യത്തുള്ള ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് ഫോളോ ചെയ്യുള്ളൂ. ദെൻ പൊളിറ്റിക്കൽ ചലഞ്ചസ്, അതായത് നമുക്കറിയാം പൊളിറ്റിക്കലി നമ്മൾ ഒട്ടും സ്റ്റേബിൾ അല്ല. ഇപ്പം നമുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് അധികം കാലമായിട്ട് ടേംസ് ആയിട്ട് ഈ എൻ ഡി എ ഗവൺമെന്റ് ആണ് നമുക്ക് നിലവിലുള്ളത്. പക്ഷെ സ്റ്റിൽ എന്താണ്, കേരളത്തിലെ കേസാണെങ്കിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണം മാറി മാറി വരുന്ന അനുസരിച്ചിട്ട് അവരുടെ പോളിസീസും റൂൾസും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യും, മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ട് പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല, അതൊന്നും എടുത്തു കളയും. അപ്പം അങ്ങനെ പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ടൈമും കോസ്റ്റും കൂടുതലാണ്. ദ റീസൺ ഇസ് ദാറ്റ് അവയർനെസ് ഭയങ്കര കുറവാണ്. ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല, ഫോറൻസിക് അക്കൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. അല്ലെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എന്താണ് നഷ്ടമല്ലേ, അതായത് കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്യില്ലേ. ഫോറൻസിക് അക്കൗണ്ടിങ് ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം, പിന്നെ ആ ഡിപ്പാർട്ട്മെന്റിന് പൈസ കൊടുക്കണ്ടേ, അങ്ങനെ അവരുടെ എന്താ പറയാ സാലറി, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും. അപ്പം അങ്ങനെ ഇവർ നെഗറ്റീവ്സിലേക്കായിരിക്കും കൂടുതൽ പോകുന്നത്. കാരണം ഓഫ് കോഴ്സ് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ഓർഗനൈസേഷനിൽ ഒരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഇത് എങ്ങനെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്തത്. സോ ദാറ്റ് അവർക്ക് സാലറി കൊടുത്താലും ഇറ്റ്സ് ഓക്കെ, നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഫ്രോഡ് എല്ലാം കുറയ്ക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരു ഹ്യൂജ് ലോസ് കമ്പനിക്ക് തരുന്നതിന് പകരം നമുക്ക് എന്താണ് അത് ഒരു വളരെ കുറച്ചായിട്ടുള്ള കോസ്റ്റ് അല്ലെങ്കിൽ ലോസ് ഇല്ലാതെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് ഇവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് ഒത്തിരി ടൈമും കോസ്റ്റും ഇൻകർ ചെയ്യും. സോറി. നെക്സ്റ്റ് പറയുന്നത് ലീഗലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ് ലീഗലായിട്ട് കണക്ട് ചെയ്ത് വന്നത്. ദീസ് ടു പോയിന്റ്സ് മാച്ച്. ഈ രണ്ട് പോയിന്റ്സും മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അതായത് ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ ലോ പറഞ്ഞു, നിലവിൽ അങ്ങനെ ഒരു ലോ ഇല്ല. ഫോറൻസിക് അക്കൗണ്ടിങ് എല്ലാ കമ്പനീസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് എല്ലാ എൻറ്റിറ്റീസ് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആരും തന്നെ ഫോളോ ചെയ്യില്ല. ഈ ഒരു ടൈമും കോസ്റ്റും നമ്മൾ ടൈമും കോസ്റ്റും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അവയർനെസ്സും ഇതിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ മേജർലി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. ഇത് നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, കാരണം നമുക്കറിയാം ടെക്നിക്കലി ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ, പൊളിറ്റിക്കൽ, ടൈം കോസ്റ്റ്, ലീഗൽ, അവയർനെസ്, ഗവൺമെന്റ്, ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കുക ഈ പോയിന്റ്സ് ഒക്കെ, എന്നിട്ട് അത് എലാബറേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, നമുക്ക് എങ്ങനെ ഈ ഒരു ഫ്രെയിം വർക്ക്, അതായത് ഫോറൻസിക് അക്കൗണ്ടിങ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ലെറ്റ്സ് ലുക്ക് ഇൻടു ദിസ്. A legal framework should be made for creating awareness among people regarding importance of forensic accounting as a fraud detection tool. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം, അതായത് എല്ലാവരുടെ ഇടയിൽ ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ അവയർനെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ അവയർനെസ് കൂട്ടുകയാണ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ളതാണ്, ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു അവയർനെസ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ ഗെറ്റ് അവെയർ അബൌട്ട് ദിസ്. അങ്ങനെ ഇത് നമുക്ക് ലീഗൽ ഫ്രെയിം വർക്ക് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റാം. അപ്പം അങ്ങനെ മാറ്റുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം, സ്കാം, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ
സ്കാംസ് ഒന്നും നമുക്ക് അങ്ങനെ അധികം ഉണ്ടാവില്ല. ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് വരും, ക്രെഡിറ്റേഴ്സ് വരും, ഡെറ്റേഴ്സ് വരും, ബാങ്ക് വരും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, ഗവൺമെന്റ് വരും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ്, അവർ സേഫ് സോണിലായിരിക്കും ഉണ്ടാവുക. ദെൻ നമുക്ക് കോൺഫറൻസസും അതുപോലെ തന്നെ സെമിനാർസും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് എന്താണ് അക്യൂർ സ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ്ങിലെ സ്കിൽസ് ഒക്കെ അക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ലൈക്ക് നമ്മളെ പോലെയുള്ള ബികോംസ് എംകോം ആയിട്ടുള്ള സ്റ്റുഡൻസ് ഫ്യൂച്ചറിൽ ചെയ്യുന്ന ജോബ്സ് ഒക്കെ ആയിരിക്കും ആയിരിക്കും ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ സ്കിൽസ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഫറൻസും സെമിനാറും ട്രേഡിംഗ് പ്രോഗ്രാംസും ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ദെൻ ഫോറൻസിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഫോറൻസിക് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ക്രിമിനോളജി, സൈക്കോളജി, അക്കൗണ്ടിങ് പ്രാക്ടീസ്, ഓഡിറ്റിംഗ്, ലോ ഇതിലൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ കണ്ടാൽ ഇത് ഒറിജിനൽ ഡേറ്റയാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ക്രിമിനോളജി ഉണ്ടോ, ഇതിലെന്തെങ്കിലും അക്കൗണ്ടിങ് പ്രാക്ടീസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഓഡിറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ലോ പ്രകാരമാണോ ഫോളോ ചെയ്തേക്കുന്നത് എന്നൊന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. Then it is needed to make compulsory for a forensic accountant in each company. അതായത് എല്ലാ കമ്പനീസിലും ഈ ഫോറൻസിക് അക്കൗണ്ടന്റ് വേണം എന്നുള്ള നിയമം നമുക്ക് കമ്പൽസറി ആക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെയർബൈ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രോഡ്സും ക്രൈംസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ വേണം. അതായത് ഫ്രോഡുലന്റ് ക്രിമിനൽസ് ആയിട്ടുള്ളവരെ സ്ട്രിക്ട്ലി പണിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ നമുക്ക് വേണം. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ റെഗുലേറ്ററി ബോഡീസ് ലൈക്ക് ICAI, ACMA അങ്ങനെ ഒരു റെഗുലേറ്ററി ബോഡി വേണം ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പോപ്പുലറൈസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കാഡമിക്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. സോ ദാറ്റ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്താണെന്ന് കുറേ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുറേ ഇൻഡിവിജ്വൽസിന് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ പ്രോപ്പർ ആയിട്ടുള്ള റിസർച്ചും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യണം. സോ ദാറ്റ് ഇതിൻ്റെ ശരിക്കും ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഓഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ കമ്പനീസ് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഫിനാൻഷ്യൽ ഫ്രോഡ്സും ക്രൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റിൽ അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, റിസർച്ചിലൂടെയാണ് നമുക്ക് ഇതിനൊക്കെ ഓരോ ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ദെൻ ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സ് ഹാവ് ടു ബി പോപ്പുലറൈസ്ഡ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് നിലവിൽ അങ്ങനെ വലിയ ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം അത് എന്താണ് അതൊന്ന് ഡെവലപ്പ് ചെയ്യണം പ്രോപ്പറായിട്ട്, എന്നിട്ട് അതൊരു ഇംപ്ലിമെന്റ് ചെയ്യണം. അത് എന്ന് പറയുന്നത്, അതായത് ഫോറൻസിക് അക്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടൻസ് ലൈക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ് ഇവർക്കൊക്കെയാണ് ഇത് മെയിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സമ്മപ്പ് ചെയ്ത് പറയാം. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒന്നുമല്ല. ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അത് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ അതിന് പ്രിവെന്റ് ചെയ്യാനും മാത്രമാണ്. പിന്നെ നമ്മൾ ചലഞ്ചസ് ഡിസ്കസ് ചെയ്തു. അതിന് നമുക്ക് എങ്ങനെ ഫോറൻസിക് അക്കൗണ്ടിങ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള സജഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.